ഹായ്, വെൽക്കം ടു എക്സൽ ബ്രൈറ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതുതായി തന്നെ ഓഫീസ് 365 വന്ന ഡൈനാമിക് അറേ ഫംഗ്ഷനിൽപ്പെട്ട യുണീക്ക് ഫംഗ്ഷനാണ്. അതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നൊന്ന് നമുക്ക് നോക്കാം. ആദ്യം അതിൻ്റെ ഫോമിലൊന്ന് നോക്കാം. സിൻടാക്സ് വരുന്നത് അറേ ബൈ കോളം എക്സാക്ട്ലി 1 ഈ രീതിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അറേ എന്ന് പറയുന്നത് ആ റേഞ്ച്, നമുക്ക് റേഞ്ച് ഏതാണോ അതിന് റിപ്പീറ്റേഷൻ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് അതിൽ യുണീക്ക് വാല്യൂ മാത്രം ലിസ്റ്റ് ചെയ്യുക. അതാണ് മാൻഡേറ്ററി ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാമ്പിളിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. രണ്ടാമത്തത് ബൈ കോളം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ഇവിടെ നമുക്ക് 2 കോളം ഉണ്ടെങ്കിൽ ആ 2 കോളത്തിലെ ലിസ്റ്റ് കോമ്പിനേഷനാണ് ഡ്യൂപ്ലിക്കേഷൻ നോക്കുക. അതായത് ഇപ്പോൾ 2 കോളം ഉണ്ടെങ്കിൽ ആ 2 കോളത്തിലുള്ള ഡാറ്റ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് റിമൂവ് ആവും. ഇപ്പോൾ സപ്പോസ് ഒരു നെയിമും മറ്റൊരു നെയിമും സെക്കൻഡ് കോളത്തിലുണ്ടെങ്കിൽ അതേ റിപ്പീറ്റേഷൻ, അതേ ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമും താഴെ കോളത്തിലുണ്ടെങ്കിൽ ആ കോളം റിമൂവ് ആയിട്ട് നമുക്ക് യുണീക്ക് വാല്യൂ നെക്സ്റ്റ് കോളത്തിലേക്ക് നമുക്ക് യുണീക്ക് വാല്യൂ എടുക്കുന്നതാണ് ഇതിൽ വരുന്നത്. മൂന്നാമത്തെ കാര്യം എക്സാക്ട്ലി വൺസ് എന്ന് പറയുന്നത്, നമുക്ക് ഒരു ഡാറ്റാബേസ് ഉണ്ടെങ്കിൽ അതിൽ യുണീക്ക് വാല്യൂ എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേഷൻ വന്ന വാല്യൂ നമുക്ക് നോർമലി 1 ടൈം ലിസ്റ്റ് ചെയ്യും, യുണീക്കായിട്ട് ലിസ്റ്റ് ചെയ്യും. പക്ഷേ ഇതിൽ എക്സാക്ട്ലി 1 എന്ന് പറഞ്ഞത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത വാല്യൂ സ്കിപ്പായി പോകും. അത് ഒമിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മറ്റുള്ളത്, അതായത് ഡ്യൂപ്ലിക്കേറ്റ് വരാത്ത ഏതൊക്കെ പേരുകളാണോ ഉള്ളത് അത് മാത്രം ലിസ്റ്റ് ചെയ്യുന്നതാണ് എക്സാക്ട്ലി വൺസ് എന്നുള്ള മൂന്നാമത്തെ ഓപ്ഷനിൽ വരുന്നത്. ഓക്കെ, നമ്മൾ കുറച്ച് എക്സാമ്പിളിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തത്. ആദ്യം നമുക്ക് ഇതൊന്ന് നോക്കാം. ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യുന്നത് യുണീക്ക് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ സിമ്പിളായിട്ട് റേഞ്ച് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് റേഞ്ച് സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ വാല്യൂവിൽ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ളതൊക്കെ മാറി 1 ടൈം ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ നമ്പേഴ്സൊക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്യുകയാണ് യുണീക്കിന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം റേഞ്ച് മൊത്തം സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാരാമീറ്റർ മാത്രമേ ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്നുള്ളൂ, ഇതിൻ്റെ ആവശ്യം വന്നിട്ടുള്ളൂ. ഇവിടെ എല്ലാം 1 ടൈം വന്നിട്ടുണ്ട്. അങ്ങനെ ഇതിലേക്ക് യുണീക്ക് വാല്യൂ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത എക്സാമ്പിളിൽ പോകുന്നത്, ഇവിടെ കോമ്പിനേഷനാണ് നമുക്ക് നോക്കുന്നത്. അതായത് ഈ കോളം കോമ്പിനേഷൻ ഇവിടെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, ദിവ്യ ഈസ്റ്റ് എന്നുള്ളത്. അതുപോലെ ജോൺ സൗത്ത് എന്നുള്ളതും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് താഴെ എവിടെയെങ്കിലും കാണാം ജോൺ സൗത്ത് ഇവിടെ ഉണ്ട്, ദിവ്യ ഈസ്റ്റ്. അതായത് കോമ്പിനേഷനാണ് ഇതിൽ നോക്കുന്നത് നമ്മൾ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊന്ന് ചെയ്ത് നോക്കാം. യുണീക്ക് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇത് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ബൈ കോളം എന്നുള്ളത് ഡിഫാൾട്ടായിട്ട് എടുക്കും. അത് യുണീക്ക് ആണോ നോക്കി കഴിഞ്ഞിട്ട് അത് ഡിഫാൾട്ടായിട്ട് എടുക്കണം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ നമ്പർ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് 12 ആണ്. ഇവിടെ ഞങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 14 കാണാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 2 ഡ്യൂപ്ലിക്കേഷനും ഇതിൽ റിമൂവ് ചെയ്ത്, അത് കോമ്പിനേഷൻ ഓഫ് കോളാണ് ഇവിടെ എടുത്തത്. അതേപോലെ നമുക്ക് കോമ്പിനേഷൻ ഓഫ് റോ എടുക്കണം ചില സമയത്ത്. അതിനുള്ളൊരു എക്സാമ്പിളാണ് ഇത് വരുന്നത്. ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നത്, ജസ്റ്റ് ട്രാൻസ്പോസ് ചെയ്തതാണ് ഡാറ്റ. ഈ റോകൾ തമ്മിൽ യൂണീക്ക് അല്ലാതെ, അതായത് ഡ്യൂപ്ലിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒഴിവായിട്ട് എങ്ങനെ എടുക്കാമെന്നുള്ളത് സെയിം വേയിൽ തന്നെ നമുക്ക് എടുക്കാം. യുണീക്ക് ടൈപ്പ് ചെയ്യുന്ന ഫോമുല ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ രണ്ടാമത്തെ ഓപ്ഷനിൽ ട്രൂ ടൈപ്പ് ചെയ്യണം, അതായത് നമ്പർ 1 ടൈപ്പ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ വന്ന് ആ ഡ്യൂപ്ലിക്കേഷന് പോയിട്ടുണ്ടാവും. ഇവിടെ ദിവ്യ ഈസ്റ്റ് എന്നുള്ളത് ഒരു തവണ വന്നിട്ടുള്ളൂ. അതുപോലെ ജോൺ സൗത്ത് എന്നുള്ള ഒരു തവണ വന്നിട്ടുള്ളൂ. കണ്ടോ, ഇവിടെ 2 റോ കുറഞ്ഞതായിട്ട് ഈ 2 കോളം കുറഞ്ഞിട്ട് ഈ റോൻ്റെ കോമ്പിനേഷൻ കമ്പയർ ചെയ്തിട്ട് യൂണീക്ക് ഇൻഫർമേഷന് തൊട്ടടുത്ത ഈ നമുക്ക് വേണ്ട ഏരിയയിലേക്ക് എടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്തത് ഞാൻ പറയുന്നത് എക്സാക്റ്റ് ആണ്. എക്സാക്റ്റ് വൺസ് എന്നുള്ളത് എങ്ങനെ എടുക്കുക എന്നുള്ളതൊന്ന് ഇവിടെ ഒന്ന് കാണാം. ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്യുകയാണ് യുണീക്ക്. ഓക്കെ, യുണീക്ക് ടൈപ്പ് ചെയ്തു, ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതൊക്കെ കഴിഞ്ഞ ശേഷം എക്സാക്ട്ലി 1 എന്ന് പറഞ്ഞാൽ ട്രൂ എന്ന് ടൈപ്പ് ചെയ്യണം. മൂന്നാമത്തെ പാരാമീറ്ററിൽ അവിടെ ഞാൻ ട്രൂ എന്നുള്ളതിന് പകരം 1 ടൈപ്പ് ചെയ്ത്, ട്രൂ എന്നുള്ളതിൻ്റെ മറ്റൊരു ഇതാണ് 1 കേട്ടോ. ഓക്കെ, ഞാൻ എൻ്റർ അടിക്കുന്ന സമയത്ത് ഇത്രയും ഡാറ്റയെ വരുള്ളൂ. ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വന്ന ഡാറ്റ ഇത് വന്നിട്ടില്ല, ഇത് വരില്ല. അതാണ് എക്സാക്ട്
എക്സാക്ട്ലി വൺസ് എന്നുള്ളത് മൂന്നാമത്തെ പാരാമീറ്ററിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡാറ്റ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാത്തത് മാത്രം എടുക്കണമെന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി വൺസ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ മൂന്നാമത്തെ പാരാമീറ്ററും കൂടി ഈ ഫോർമുലയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലി യുണീക്ക്, അതായത് റിയലി യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം വരും. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തത് എല്ലാ ഡാറ്റയും ഒഴിവാക്കിയിട്ട് യുണീക്ക് ഇൻഫർമേഷൻ മാത്രം ഇങ്ങോട്ട് പിക്ക് ചെയ്യാനാണ് ആ എക്സാക്ട്ലി വൺ എന്നുള്ള മൂന്നാമത്തെ പാരാമീറ്റർ നമ്മൾ യൂസ് ചെയ്തത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇത് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.